മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഈശോയേ എന്റെ ചിന്തകളാക്കണമേ. ഈശോയേ എന്റെ വാക്കുകളെ നിന്റെ വചനങ്ങളാക്കണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോയേ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃത്തടമാക്കണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോയേ എന്റെ സാന്നിധ്യത്തെ നിന്റെ സാന്നിധ്യമാക്കണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോയേ ആരാധന ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോയേ ചതിൽ വിളിക്കാം. ഈശോയേ ഹൃദയം തുറന്ന് വിളിക്കട്ടെ, മനസ്സുരുകി വിളിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു, പൂർണ്ണാത്മാവോടെ വിളിക്കുന്നു, പൂർണ്ണ ശക്തിയോടെ വിളിക്കുന്നു, സർവ കഴിവുകളോടും കൂടെ വിളിക്കുന്നു. Praise the Lord. Hallelujah. 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ആരാധന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈശോയുടെ തിരുമുഖം ധ്യാനിച്ചുകൊണ്ട്, ഈശോയുടെ തിരുമൊഴി കേട്ട്, ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞുകിടന്ന്, ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിച്ച് നമ്മളും ഈശോയുമായിട്ടുള്ള ബന്ധം ആഘോഷിക്കുകയാണ്. ആ ബന്ധം ആഘോഷിച്ച് ആ ബന്ധത്തിൽ ആഴപ്പെടുകയാണ്. യേശുനാമം നമ്മുടെ അധരത്തിലുണ്ടാകുമ്പോൾ ഈശോയുടെ തിരുമുഖം നമ്മുടെ
മനസ്സിൽ വീണ്ടും വീണ്ടും അത് പതിഞ്ഞ് പതിഞ്ഞ് വരും, തെളിഞ്ഞ് തെളിഞ്ഞ് വരും. യേശുനാമം വിളിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യേശുനാമം വിളിക്കുന്നത് വഴി നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖം പതിപ്പിക്കപ്പെടും എന്നതാണ്. ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന 6 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട പോൾ സള്ളിവൻ എന്ന് പറയുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനാണ്. ഈ വൈദികൻ്റെ യേശുനാമത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്ന 6 കാര്യങ്ങളാണ് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഒന്നാമതായി യേശുനാമം വിളിക്കുന്നത് വഴി ലോകത്ത് അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളിലും നമ്മൾ പങ്കുകാരാകുന്നു എന്നതാണ്. ലോകത്ത് ഒരു ദിവസം 5 ലക്ഷത്തോളം ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ 5 ലക്ഷം ദിവ്യബലികളിലും നമ്മൾ ഈശോയെ എന്ന് വിളിക്കുന്നത് വഴി പങ്കുകാരാകുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറയാം. വലത് കരം ഉയർത്തി വീശിക്കൊണ്ട്, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അതായത് പ്രിയപ്പെട്ടവർ, ഈശോയെ എന്ന് വിളിക്കുന്നത് ഒരു ബലിയർപ്പണമാണ് എന്നാണ് ഹെബ്രായ ലേഖനം പറയുന്നത്. അതൊരു സ്തുതിയുടെ ബലിയാണ്. നമ്മൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈശോയുടെ ആത്മാവും ശരീരവും നമ്മൾ പിതാവിന് സമർപ്പിക്കുന്നത് പോലെ ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും നമ്മൾ പിതാവിന് സമർപ്പിക്കുകയാണ്. കുറച്ചുകൂടെ തിരുമുഖ ഭക്തിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഈശോയുടെ തിരുമുഖത്തെ നമ്മൾ പിതാവിന് സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈശോയെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോയെ എന്നുള്ള ആ നിലവിളി എന്ന് പറയുന്നത്. അപ്പോൾ യേശുനാമം വിളിക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈശോയുടെ തിരുമുഖത്തെ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്തർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളിലും നമ്മൾ പങ്കുകാരാകുന്നത്. ഇനി രണ്ടാമതായി, ഓരോ പ്രാവശ്യവും ഈശോയെന്ന് വിളിക്കുമ്പോൾ നമുക്ക് 300 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കുകയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ദണ്ഡവിമോചനം അല്ലെങ്കിൽ 200 ദിവസത്തെ ദണ്ഡവിമോചനം എന്നൊക്കെ നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന കാനൻ അനുസരിച്ച്, പഴയ കാനൻ അനുസരിച്ച് അങ്ങനെ ഒരു ദണ്ഡവിമോചനത്തിൻ്റെ പല സ്റ്റേജുകളുണ്ട്. 300 ദിവസത്തെ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിന്, ഏതെങ്കിലുമൊക്കെ പാപത്തിന് പരിഹാരമായി 300 ദിവസം നമ്മൾ പാപപരിഹാരം ചെയ്യേണ്ടതിന് പകരം ഒരു പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചാൽ അത് പരിഹാരമായി, അതിന് പകരമായി തീരും എന്ന് പഠിപ്പിച്ചു. യേശുനാമം എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ഇനി നീ എന്തിനെ കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. അനനിയാസ് പൗലോസിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. നീ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. അതായത് യേശുനാമം വിളിച്ചപേക്ഷിക്കുന്നത് പാപങ്ങൾ കഴുകിക്കളയുന്നതിനുള്ള ഒരു മാർഗമാണെന്ന്, അതൊരു പാപപരിഹാര പ്രക്രിയയാണ്, ഒരു ക്രിയയാണ്. അതുപോലെ സങ്കീർത്തനങ്ങൾ 25:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവേ, അങ്ങയുടെ
നാമത്തെ പ്രതി നാമത്തെ പ്രതി എൻ്റെ എൻ്റെ നിരവധിയായ നിരവധിയായ പാപങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുനാമം വിളിച്ചപേക്ഷിക്കുന്നത് നമ്മുടെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 43-ാമത്തെ തിരുവചനത്തിൽ പത്രോസ് ലീഹ കൊർന്നേലിയുസിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:43. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. യേശുനാമം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി യേശുനാമം വിളിക്കുന്നത് വഴി നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് പെർഫെക്റ്റ് ലവ്. നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ളത് നമ്മൾ സമർപ്പിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമുക്ക് പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഈശോയെ തന്നെ പിതാവിന് സമർപ്പിക്കുന്നു എന്നാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ആർക്കാണ്? അത് ഈശോയ്ക്കാണ്. പിതാവിൻ്റെ തിരുസന്നിധിയിൽ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ആർക്കാണ്? ഈശോയ്ക്കാണ്. അപ്പോൾ ഈശോയെ നമ്മൾ പിതാവിന് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് പെർഫെക്റ്റ് ലവ്. നമ്മുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈശോയെ എന്നുള്ള ആ നാമജപം എന്ന് പറയുന്നത്. നമ്മൾ ഈശോയുടെ ശരീരവും ഈശോയുടെ ആത്മാവുമാണ് യേശുനാമം വിളിക്കുന്നത് വഴി സമർപ്പിക്കുന്നത്. നാലാമതായിട്ട് പ്രിയപ്പെട്ടവരെ, യേശുനാമം വിളിക്കുന്നത് വഴി നിരവധിയായ തിന്മകളിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മെ ഉപദ്രവിക്കാൻ വരുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പൈശാചിക ആക്രമണങ്ങൾ, തിന്മയുടെ ആക്രമണങ്ങൾ, അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് ആയുധമായി സ്വർഗം തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് യേശുനാമം. യേശുനാമം വിളിക്കുമ്പോൾ ദുഷ്ടാരൂപികൾ നമ്മളിൽ നിന്ന് ഓടി അകലുന്നത് ദർശിക്കാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ വിശുദ്ധർ അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട് യേശുനാമം വഴി നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും ആനന്ദവും നിറയുന്നു. ഈശോ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് വഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. അതാണ് നമ്മൾ അഞ്ചാമതായിട്ട് പറഞ്ഞത്. യേശുനാമം വഴി നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും ആനന്ദവും നിറയുന്നു. തുടർച്ചയായിട്ട് യേശുനാമം ജപം നടത്തി പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ വലിയ സമാധാനമുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകും. അവസാനമായി ആറാമതായി ഈശോ പറയുകയാണ്, വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യമാണ്. യേശുനാമം വഴി നമ്മുടെ സഹനങ്ങൾ ലഘുവും വഹിക്കാൻ പറ്റുന്നതുമായി മാറുന്നു. ആ സഹനങ്ങളുടെ ഇടയിലായിരിക്കുമ്പോഴും നമുക്ക് അത് സഹിക്കാൻ പറ്റുന്ന, ആ സഹനങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ശക്തി നമുക്ക് തരുന്നൊരു കൃപയാണ് യേശുനാമം എന്ന് പറയുന്നത്. യേശുനാമം നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ശക്തിയാണ്, ഒരു അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് യേശുനാമം രക്ഷാനാമമാണെന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ഒത്തിരിയേറെ രോഗികൾ അത്ഭുതകരമായി സുഖം പ്രാപിക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി മദ്യപാനികൾ മദ്യം ഉപേക്ഷിക്കാൻ ഇടവരുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. വലിയ ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കുടുംബജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ ആ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി സ്വന്തമാക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് യേശുനാമം എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയുടെ നാമമാണ്. വിശ്വസിക്കുന്ന ഏവർക്കും ശക്തി നൽകുന്ന അവിടുത്തെ നാമത്തെ നമുക്കിപ്പോൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മുടെ നിലവിളി കേൾക്കുന്നവനെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന എല്ലാവർക്കും ആശ്രയം നൽകുന്ന, സാന്ത്വനം നൽകുന്ന നാമമാണ് യേശുനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ആരാധിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തമായ അഭിഷേകം. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയേ, ആത്മാക്കളുടെ തീഷ്ണതയുള്ള സ്നേഹിതനായ ഈശോയേ, പുണ്യങ്ങളുടെ മാതൃകയായ ഈശോയേ, ജീവന്റെ അധികാരിയായ ഈശോയേ. കരമടിച്ച് പാടാം. രക്ഷാനാമം, യേശുനാമം ദൈവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പാപങ്ങളിൽ നിന്ന് കഴുകിക്കളയുന്ന നാമമേ, നിലവിളി കേൾക്കുന്ന നാമമേ, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന നാമമേ. ചതിൽ വിളിക്കാം, ഈശോയേ. ആശ്രയമരുളുന്ന നാമമേ, സാന്ത്വനമരുളുന്ന നാമമേ. കരമടിച്ച നിലവിളിയെന്നും കേൾക്കുന്നവൻ, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ, നിലവിളിയെന്നും കേൾക്കുന്നവൻ, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ, നിലവിളിയെന്നും കേൾക്കുന്നവൻ, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ, നിലവിളിയെന്നും കേൾക്കുന്നവൻ, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. ആശ്രയമരുളും യേശുനാമം, സാന്ത്വനമരുളും യേശുനാമം, ആശ്രയമരുളും യേശുനാമം, സാന്ത്വനമരുളും യേശുനാമം, ആശ്രയമരുളും യേശുനാമം, സാന്ത്വനമരുളും യേശുനാമം, ആശ്രയമരുളും യേശുനാമം, സാന്ത്വനമരുളും യേശുനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനേ, ഹല്ലേലൂയ. എന്നെ കൺമണി പോലെ കാക്കുന്നവനേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവനേക്കാൾ കാമ്യമായ കാരുണ്യമേ, ഹല്ലേലൂയ
ഒരുമിച്ച് വിളിക്കാം. ഈശോയേ, വിനീതനും ശാന്തഹൃദയനുമായ ഈശോയേ, ഞങ്ങളുടെ സ്നേഹിതനായ ഈശോയേ, ജീവന്റെ അധികാരിയായ ഈശോയേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയേ, നീതിയുടെ സൂര്യനായ ഈശോയേ, സർവശക്തനായ ദൈവമായ ഈശോയേ. കരമടിച്ചോ? ഭാരങ്ങളെല്ലാം ഏറ്റെടുത്തവൻ, എന്നെ കൺമണി പോലെ കാക്കുന്നവൻ. 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 ജീവനേക്കാൾ കാമ്യമായ കാരുണ്യം, എൻ്റെ എല്ലാമെല്ലാമെല്ലാമായ യേശുനാമം. 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 യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ദൈവനാമം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അനേകം മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു സമയം, സ്വർഗം തുറക്കപ്പെടുന്നൊരു സമയം. ഇതാ കർത്താവിൻ്റെ കൃപകൾ, മാലാഖമാർ അനുഗ്രഹങ്ങളുമായി ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു സമയം. യേശുനാമത്തിൻ്റെ യോഗ്യതകളാൽ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നൊരു സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ രോഗസൗഖ്യം അനേകം മക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളെ, പതിനായിരങ്ങൾ, ജനലക്ഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ, ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രകാശം വന്നിറങ്ങുന്നു. തിരുമുഖത്തിൻ്റെ പ്രകാശം നിന്റെ ഹൃദയത്തിലുള്ള പാപത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകി മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ ഒരു അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലേക്ക് ഇതാ തിരുമുഖം ആഴത്തിൽ പതിപ്പിക്കപ്പെടുകയാണ്, മുദ്ര ചെയ്യപ്പെടുന്ന ഒരു സമയമാണെന്ന ബോധ്യത്തോടുകൂടെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച്, ഹൃദയം തുറന്ന് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. പ്രപഞ്ചം മുഴുവനും നിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. രോഗികളെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ, വിദേശങ്ങളിലായിരിക്കുന്ന അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിക്കുന്ന അനേകം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയൊഴുകുന്നു. ഇതാ കർത്താവ് നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവൻ, നിന്റെ അലച്ചിലുകൾ എണ്ണുന്നവൻ നിന്റെ അടുത്തേക്ക് വരുന്നൊരു സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ചങ്കുപൊട്ടി യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ